ഇന്നസെൻ്റ് ചേട്ടൻ സിനിമയിൽ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാൾ, എന്തെങ്കിലും അത്യാപത്തുകൾ വന്നാൽ ഓടിയെത്തുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തിലായാലും ശരി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായാലും ശരി, എന്തിനൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വളരെ സന്തോഷം കൊണ്ട് ഇപ്പോൾ അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ടെന്ന് ഇന്നസെൻ്റ് ചേട്ടന് അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇന്നസെൻ്റ് ചേട്ടന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിലും എതിര് വർക്ക് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. വ്യക്തമാക്കി ഒരാളുടെ രാഷ്ട്രീയം കളഞ്ഞു കുളിച്ചു ഇന്നസെൻ്റ് ചേട്ടൻ. അങ്ങനെയില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തൊരു സൗഹൃദം അയാൾക്കുണ്ട്. ആ സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം സലീം കുമാർ എന്ന് പറഞ്ഞത്. സലീം കുമാറിൻ്റെ കുട്ടിയെ എഴുത്തിനിരുത്തിയത് ആദ്യം അക്ഷരം എഴുതിപ്പിച്ചത് ഞാനാണ്. ആ നന്ദി അവൻ കാണിച്ചു. നന്ദി കാണിച്ചു എന്നല്ല, എൻ്റെ വീട്ടിൽ ആ കുട്ടിയെ കൊണ്ട് അക്ഷരം എഴുതിക്കാൻ വേണ്ടി വരുമ്പോൾ ആലീസ് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ ആദ്യം ആ എഴുതുന്ന അക്ഷരം നിങ്ങളൊന്ന് എഴുതി പഠിക്കാനായിട്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അയാളെ ആ കുട്ടിയെ പെണ്ണു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹമുള്ള ഷൂട്ടിങ്ങിൽ ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ആ കുട്ടി തോറ്റാവോ, അങ്ങനെ എങ്ങാനുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര കുഴപ്പമുണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ സലീം മഹാരാജ് കോളേജിലല്ലേ പഠിച്ചത്, അവിടെയുണ്ടല്ലോ ഒരുപാട് പ്രൊഫസർമാരും കാര്യങ്ങളൊക്കെ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ. അപ്പോൾ പറഞ്ഞത്, എനിക്ക് പുസ്തകത്തിലുള്ളതിനേക്കാളും കൂടുതൽ പുറമേ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ചേട്ടനെ കൊണ്ടേ എനിക്ക് ഇത് എഴുത്തിനിരുത്താൻ താല്പര്യം എന്ന് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായി. എന്തായാലും സലീം കുമാർ ഒരു കാര്യം ചെയ്തു. സാധാരണഗതിയിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ സലീം കുമാർ അവിടെ UDF-ന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുമായിരുന്നു. അതെ അതെ. പക്ഷേ ഇന്നസെൻ്റ് ചേട്ടനായതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് ചേട്ടനായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു സാമീപ്യം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഞങ്ങളമ്മ സംഘടന അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇവരോടും കൂടെ ചോദിക്കും. പലപ്പോഴും പല സംശയങ്ങളും എല്ലാം നമുക്ക് അറിഞ്ഞൊന്നും വരില്ല. അതൊക്കെ അവർ കൃത്യമായിട്ട് പറയും. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അമ്മ നേരത്തെ ചോദിച്ചില്ല, കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരോടും ഒരു പെരുമാറ്റമാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുറേ നാൾ നമ്മളെ സംസാരിക്കുമ്പോഴും കാണുമ്പോഴും നുണ പറയുകയാണെങ്കിലും ഒക്കെ മനസ്സിലാവും. കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണ്, അങ്ങനെ ശരിയാണ്, ഇഷ്ടം കൊണ്ട് മാറി നിൽക്കുന്നു, ഇത്രയേ ഉള്ളൂ.